ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രോജക്ട് എക്സിക്യൂഷൻ ആൻഡ് മാനേജ്മെന്റ് സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം പ്രൈം ടൈം ടെക് എഞ്ചിനീയറിംഗിനാണ് നിർമ്മാണ ചുമതല. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും കെജീസ് ജ്വല്ലറിയുടെ ഈദാശംസകൾ. കെജീസ് ജ്വല്ലറി, കോട്ടയം കട, since 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. തോട്ടം മേഖലയിൽ നിന്നും നിരവധി കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിന് വേദിയായ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ദേശീയപാതയോട് ചേർന്നുള്ള വശത്ത് 9 അടി ഉയരത്തിൽ ഫെൻസിംഗ് സ്ഥാപിക്കും. ഈ ഭാഗത്തായി വോളിബോൾ കോർട്ടും കബഡി കോർട്ടും നിർമ്മിക്കും. സ്റ്റേഡിയത്തിലേക്കുള്ള പ്രവേശന കവാടം മുതൽ ഫെൻസിംഗ് നിർമ്മിച്ച് ഗേറ്റ് സ്ഥാപിച്ച് സ്റ്റേഡിയം സുരക്ഷിതമാക്കുകയും ചെയ്യും. ഗ്രൗണ്ടിന് അനുയോജ്യമായ മണ്ണ് ഉപയോഗിച്ച് നിരത്തി കായിക മേളകൾക്ക് അനുയോജ്യമായ ട്രാക്കും ക്രിക്കറ്റ്, ഫുട്ബോൾ എന്നിവയ്ക്കുള്ള ഗ്രൗണ്ടായി മാറ്റുവാനാണ് തീരുമാനം. ഇതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി വർക്ക് സൂപ്പർവൈസർ പറഞ്ഞു. എറണാകുളം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രൈം ടെക് എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്കുകൾ ഏറ്റെടുത്ത് നടത്തുന്നത്. ഏറ്റെടുത്ത വർക്കുകൾ അനുസരിച്ച് ഈ ഹൈവേയുടെ സൈഡിൽ 9 മീറ്റർ ഫെൻസിങ്ങും ബാക്കിയുള്ള സൈഡിൽ 6 മീറ്ററിൻ്റെ ഫെൻസിങ്ങാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്ക് നടക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിൽ 2 ഡ്രൈനേജുകളുണ്ട്. മഴക്കാലത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് 2 ഡ്രൈനേജുകളും സ്ഥാപിക്കുന്നു. പിന്നെ സയൻറ്റിഫിക്കായിട്ട് തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ലെവലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള മണ്ണൊക്കെ എടുത്തിട്ട് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കിടക്കുന്നത് മുഴുവൻ ഫെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതാണ്. മഴക്കാലങ്ങളിൽ സ്റ്റേഡിയത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഇരുവശങ്ങളിലും ഡ്രൈനേജുകൾ സ്ഥാപിക്കും. ശബരിമല മണ്ഡലകാലത്തെ വാഹന പാർക്കിംഗ് മാത്രമായിരിക്കും സ്റ്റേഡിയത്തിലേക്കുള്ള വാഹന പ്രവേശന അനുമതി. കൂടാതെ കന്നുകാലികൾ കയറി സ്റ്റേഡിയം വൃത്തിഹീനമാക്കുന്നത് തടയുവാൻ ഗേറ്റ് സ്ഥാപിച്ച് സുരക്ഷിതമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ വെളിച്ച സൗകര്യമില്ലാത്ത മിനി സ്റ്റേഡിയം ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച് പ്രകാശഭരിതമാക്കുകയും ചെയ്യും. സ്റ്റേഡിയത്തിലെ ഗാലറി നവീകരിച്ച് ഇരിപ്പിട സൗകര്യവും ഒരുക്കും. ഇത്തരം നവീകരണ പ്രവർത്തനങ്ങളുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് കായിക പ്രേമികളുടെ പ്രതീക്ഷ. പീരുമേട് MLA വാഴൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിയിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷവും കൂടി 1 കോടി രൂപയാണ് നവീകരണ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കാലതാമസം കൂടാതെ സ്റ്റേഡിയം കായിക ലോകത്തിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.